അയ്യോ അമ്മേ, ഞാൻ എത്ര ദൂരത്തുനിന്ന് വരുമെന്നറിയോ? ദൂരദർശൻ കേന്ദ്രത്തിന്റെ അവിടുന്ന് ഓട്ടോ കയറി ബസ് കയറി അവിടെ എത്തിയപ്പോ ഐസ്ക്രീം ബാർ കയറി ആ കുട്ടി. അതിനെന്താ, അവര് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അയ്യേ, അത് കഴുതി കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, മെല്ലെ ഐസ്ക്രീം ബാർ കയറി ഒരു ഐസ്ക്രീം വാങ്ങി പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വരുമോ? അതൊക്കെ ഒരുമാതിരി. അയ്യേ, എന്തൊരു മാതിരി, അങ്ങോട്ട് ചെല്ല്. പോട്ടെ, ഇനി ഇങ്ങനത്തെ ചാൻസ് കിട്ടില്ല കേട്ടോ. അച്ഛനാണോ സത്യം? ധൈര്യമായിട്ട് ചെല്ല്, ധൈര്യമായിട്ട്. ഞാൻ അനുഭവിച്ചു. ചെല്ല്. ഒരു ഐസ്ക്രീം ഏതാ വേണ്ടത്? ഏതാ ഉള്ളത്? വെനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, പിസ്ത, ബട്ടർ സ്കോച്ച്, ചോക്കോബാർ എല്ലാം ഉണ്ട് സാർ. ഏതാ വേണ്ടേ? മിസ് രാധികയല്ലേ? ഈ ടിവിയിലൊക്കെ അല്ല സാർ, എക്സ്ക്യൂസ് മീ, ടിവിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റുലേഷൻ. ഡോക്ടർ കെ എസ് മേനോന്റെ മകളല്ലേ? അതെ, അച്ഛനറിയോ? കൊള്ളാം, ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലേ? ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മൂമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത്. പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാറുള്ളത്. പുള്ളി ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല, അത്ര കൈപ്പുണ്യമുള്ള ആളാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ്. സണ്ണി, നീ എന്തായി തപ്പുന്നത്? അല്ലെ, ഇവിടുത്തെ കുളിമുറി ഏതാ? നീ കുളിക്കണം. ദേ അവിടെയാ. എനിക്ക് ഉടുത്തു പറയാനുള്ള മുണ്ടൊന്നുമില്ല. മുണ്ടൊക്കെ കത്തിയ ബാഗിന്റെ അതാ. നീ എനിക്കൊരു മുണ്ട്. നീ അങ്ങോട്ട് ചെല്ല, ഞാൻ മുണ്ട് കൊടുത്തേക്കാം. ഇവിടുത്തെ വലത്തോട്ടില്ലേ? അതെ അതെ. മിണ്ടുന്നില്ലല്ലോ. എടി ആരാടി എന്റെ മുണ്ടെടുത്തത്? എടി ആരാണെന്ന്? എടായോ? അതാരാ? ഞാനെന്ന് പറഞ്ഞ ഞാനാ. ഉച്ചയ്ക്ക് വന്ന ഡോക്ടർ ഇല്ലയോ സണ്ണി? എന്നാലും എന്റെ മുണ്ടിങ്ങോട്ടിട്ട് നല്ല കാര്യമായി. ഞാൻ കുളിക്കാൻ മറന്നു വെച്ചതാ. ഞാൻ ഉടുത്തുപോയി. ഇത് നല്ല കൂത്താ. പിന്നെ ഞാനിപ്പോഴെങ്ങനെ പുറത്തോട്ടിറങ്ങുന്നത്? അതിനൊരു പണിയുണ്ട്, ഞാനിപ്പ തരാം. ഇപ്പൊ എന്നെ മനസ്സിലായ? എനിക്കത് കാണണമായിരുന്നു. എന്നോടൊരുത്തരും വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി, എടോ എന്റെ മുണ്ട് ഇങ്ങോട്ട് തരാൻ. എന്റെ മുണ്ട് തരാൻ. നിക്ക്, വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നോ ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. പട്ടി തലവഴിക്കാൻ പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. വല്ലാരും ഇപ്പൊ കേട്ടോണ്ടോന്ന് എന്താ വിചാരിക്കാം? ഇവിടെ മുണ്ട് നടക്കാം. നിങ്ങളുടെ മുണ്ടം ഒരു മനുഷ്യനോട് ഒരു മുണ്ടാൻ സമ്മതിക്കത്തില്ല. അയ്യേ, ഞാൻ ഈ വീട്ടില് ഉച്ചയ്ക്ക് വന്നതാ. നമ്മള് കുളിമുറി വാതിൽ വെച്ച് കണ്ടു. എന്നിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചില്ലല്ലോ. എന്തിനു വന്നൂന്നെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? അറിയാം, എന്നെ ചികിത്സിക്കാൻ അമേരിക്കയിൽ നിന്നും വന്നിരിക്കുന്ന ഡോക്ടർ അല്ലേ? ഓ, അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ? ശരി, അങ്ങനെ ഒരു ഡോക്ടർ റെഡി. ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണമല്ലോ. അതിനല്ലേ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. എല്ലാരോടും ചികിത്സിക്ക്. സമ്മതിച്ചല്ലോ, രോഗിയാണെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. ഡ്രൈവറെ,
തഹസിൽദാരുടെ വീട് അന്വേഷിച്ചു. ചോദിച്ചു പോ. നിർത്തരുത്. ഈ വീട് കണ്ടിട്ട് ഒരു തഹസിൽദാരുടെ വീട് പോലെ തോന്നുന്നില്ലേ? ഇത്രയും വലിയ ബംഗ്ലാവോ? ആയിക്കൊടുന്നില്ല. എന്നാലും സംശയം തീർത്തിട്ട് പോവാം. തഹസിൽദാരുടെ വീട് ഇതാണോ? തോട്ടക്കാരാ. തന്നോട് ഗേറ്റ് തള്ളി തുറക്കാൻ ആരാ പറഞ്ഞേ? തഹസിൽദാർ രാമകൃഷ്ണന്റെ വീടാണോ അല്ലയോ എന്നാണ് ചോദിച്ചത്. മുഖത്ത് കണ്ടില്ലേ? ഗേറ്റിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അഡ്വക്കേറ്റ് ഗോപിനാഥൻ എന്ന്. എഴുതി വെച്ചത് മുഴുവൻ സത്യമാകണമെന്നില്ലല്ലോ. ഉദാഹരണത്തിന് ഞാൻ എഴുതുന്ന നോവലുകൾ വായിച്ചു കാണും. തുഷാരങ്ങൾ അത് മുഴുവൻ സത്യമാണെന്നാണ് വിചാരം. അല്ലേ? അല്ല, വെറും ഭാവന. ഭാവന ഭാവന. ആനയുടെ വലുപ്പം ആനയൊക്കെ അറിയില്ല. കേരളം മുഴുക്കെ അറിയപ്പെടുന്ന നോവലിസ്റ്റാ സാറ്. മനുഷ്യ ഹൃദയങ്ങളെ എടുത്ത് അമ്മാനമാടുന്നയാൾ. ഞാൻ സാറിന്റെ ഒരു ആരാധകരാന്ന് അറിയാലോ. സാഗര കോട്ടപ്പുറം വെള്ളമടിച്ച് ബഹളുണ്ടാക്കിയത് നാളെ വല്ല പത്രത്തിലും വന്നാൽ ആർക്കതിന്റെ നാണക്കേട്? ആ പത്രത്തിന് കേരളത്തിലെ എല്ലാ പത്രവും വാരികയും എന്റെ ഒരു നോവല് കിട്ടാൻ നെട്ടോട്ടം ഓടുകയാണ്. എനിക്കെതിരെ ആരും ഒന്നും എഴുതുകയാണ്. എന്നാ സാർ വണ്ടി കയറി. അങ്ങനെയാണ് ഞാൻ വണ്ടി ഓടിക്കും. സാറ് വണ്ടി കയറി. ഞാൻ വണ്ടി ഓടിക്കും. സാർ എത്ര നാള് കാണും ഈ തഹസിൽദാരുടെ കൂടെ? 30 ആഴ്ചക്കുള്ള ഒരു തുടരൻ ഉടൻ വേണം. ഒരു സർവീസ് സ്റ്റോറിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സർക്കാർ ഓഫീസിലെ അഴിമതി, കുതികാൽ വെട്ട്, പ്രേമം, ഗർഭം, അതൊക്കെയാ വിഷയം. അപ്പൊ സർക്കാർ ഓഫീസിലെ രീതികൾ, ദൈനംദിന ജോലികൾ, മറ്റ് വിശദാംശങ്ങൾ, രാമകൃഷ്ണനുമായ ഒരു ചർച്ച. അതിപ്പോ എത്ര ദിവസം എടുക്കുന്നൊന്നും പറയാൻ മേല. ഈ രാമകൃഷ്ണനെ തഹസിൽദാരായി ഇങ്ങോട്ട് സ്ഥലം മാറ്റം വാങ്ങിച്ചു കൊടുത്ത ഞാനാ. നല്ലവനാ, പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ. 3 പെഗ് കൂടുതൽ അടിക്കുകയല്ല. ഞങ്ങള് രാമവർമ്മ ക്ലബിലെ ചീട്ടുകളി ഫ്രണ്ട്സാ. സാറ് ചീട്ടും കളിക്കൂ? ആ, കാശ് വെച്ചേ കളിക്കൂ. സാറിന്റെ നായകന്മാരൊക്കെ എന്തുമാത്രം സൽഗുണ സമ്പന്നന്മാരാ. ആ നായകന്മാരുടെ സൃഷ്ടാവ് ഇങ്ങനെയുള്ള ആളാണെന്ന് ആരാധകർ അറിഞ്ഞ ഒരു തേങ്ങയിലടോ. എടോ, താനടക്കമുള്ള എന്റെ എല്ലാ ആരാധകന്മാരും വെറും കിഴങ്ങന്മാരാ. എന്താണോ എന്റെ നോവലുള്ളത്? പണക്കാരിയായ ഒരു കാമുകി, കൂലിവേലക്കാരനായ കാമുകൻ, വില്ലൻ കാമുകിയുടെ അച്ഛൻ. ഇതേ കഥ ഞാൻ എടുത്ത് മറിച്ചിടും. പുതിയതിൽ കാമുകൻ പണക്കാരൻ, കാമുകി കൂലിവേലക്കാരി, അച്ഛൻ സെയിം. പിന്നത്തെ നോവലിൽ പശ്ചാത്തലം മാത്രം മാറും. റബ്ബർ എസ്റ്റേറ്റിന് പകരം ഒരു ഫാക്ടറി, മത്സ്യത്തൊഴിലാളിക്ക് പകരം തേങ്ങ വെട്ടുകാരൻ. എല്ലാത്തിലും കാണുവോ ഒരു റേപ്പ്, ഒരു ഒളിച്ചോട്ടം, ഒരു സ്റ്റണ്ട്, പിന്നെ കുറച്ച് സെക്സ്. ഡ്രൈവറെ തഹസിൽദാരുടെ വീട് ചോദിക്കണോ? നമുക്ക് ചോദിച്ചു പോവാം. തനിക്കൊരു സത്യം അറിയോ? പൂങ്കിളി വാരികയിലെ മന്ദാര പുഷ്പങ്ങൾ എന്ന നോവൽ എന്ന നോവലിസ്റ്റ് CV രാജമ്മ ഞാനാ. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നോവലുകൾ എഴുതുന്ന മാത്യു പള്ളിപ്പറമ്പിൽ ആരാന്നാ? അത് ഞാൻ തന്നെ. അങ്ങനെ എത്രയോ പേരുകളിൽ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. ആരാധകന്മാര്, പുണ്ടാക്കന്മാര്. എടോ, ഞാനാകുന്ന നോവലിസ്റ്റ് CV രാജമ്മയ്ക്ക് ഒരു ദിവസം വരുന്ന പ്രേമലേഖനങ്ങളുടെ എണ്ണം 200 കൂടുതലാ. അറിയാം? എടോ, ഒരു അന്തവും കുന്തവും ഇല്ലാതെ താനിത് എങ്ങോട്ടാ ഓടിക്കുന്നത്? എടോ, ഡ്രൈവറെ തഹസിൽദാരുടെ വീട് ചോദിക്കണോ? നമുക്ക് ചോദിച്ചു പോവാം. ചോദിച്ചു ആ, ഇത് തന്നെ വീട്. ആരുടെ വീട്? ആരുടെ വീടാ സാർ അന്വേഷിച്ചത്? ഇവിടെ ഒരു ചോദ്യത്തിന് ഉത്തരം മറ്റൊരു ചോദ്യമല്ല. ആരുടെ വീട് എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ തഹസിൽദാരെ വീടെത്തി സാർ. തഹസിൽദാരുടെ വീട്. തഹസിൽദാർ കുപ്പിയിലെ ബാക്കിയില്ലേ? ഇനിയും വേണോ? കുപ്പിയിലെ ബാക്കിയില്ലേ എന്നാണ് ചോദിച്ചത്. തഹസിൽദാരെ, എടാ തഹസിൽദാരെ സാർ. ഗെറ്റ് ഔട്ട്. ഞാനും തഹസിൽദാരുമായിട്ടുള്ള ബന്ധം എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാനിനി എന്ത് ചെയ്യണം സാർ? താൻ ഇതുവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ അതന്നെ ഇനിയും ചെയ്താൽ മതി. ഗുഡ് നൈറ്റ് ആൻഡ് പേ ദിസ് ക്യാഷ് ടു ദാറ്റ് ഡ്രൈവർ. തഹസിൽദാരെ, രാമകൃഷ്ണ, രാമകൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, രാമകൃഷ്ണ, രാമകൃഷ്ണ, രാമകൃഷ്ണ. തഹസിൽദാരാണ് അത്ര തഹസിൽദാർ. ഇവിടെ ഒരു സ്വിച്ച് നന്നാക്കി വെക്കാൻ അറിയാത്തവനാണോ ഒരു താലൂക്ക് നന്നാക്കാൻ നടക്കുന്ന റാസ്കൽ? പഠിച്ച മദ്യവും വേസ്റ്റായി.
രാമകൃഷ്ണ. ഓ, ഫ്രിഡ്ജൊക്കെ ഉണ്ടോ? അപ്പൊ സോഡ കാണും. ഇതിനകത്തേക്ക് ഞാൻ എങ്ങനെ അത് കിടക്കുന്നത്? സോഡ ഒരു തഹസിൽദാരൻ. രാമകൃഷ്ണ, ഇവൻ ഫുൾ സെറ്റപ്പിലാണല്ലോ. ഇതാരുടെ സാരി? ഇതിനിടെ ഇവ കല്യാണം കഴിച്ച? ഓ, ചിലപ്പോ ഇവന്റെ അമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വന്നു. മറ്റകളൊക്കെ എവിടെ പോയി കിടക്കണം? ഒരു മുണ്ടു കിട്ടാൻ എന്ത് വഴി? നഗ്നത. ഹലോ, ആ ദൂരദർശൻ കേന്ദ്രൻ അല്ലേ? അല്ലേ, നീ നേരത്തെ പറഞ്ഞോളാ. ഓടാന്നോ? അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമ മേഘമേ നീ ഏതു കുല സ്നേഹ തൂത്തുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ? ശ്യാമ മേഘമേ വാ യദുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. സോറി. അതെന്ത് സോറി ആശാനെ? അതെ, എനിക്ക് ഹലോ, എനിക്ക് അഭിനന്ദനം അറിയിക്കാന്. അത് പ്രതികരണത്തിൽ ചോദിച്ചാൽ മതി. എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ, നേരിട്ട് അറിയിക്കണം. ഞാൻ ആരാന്നോ? എടോ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിന്റെ മൗലികാവകാശ എനിക്ക് നേരിട്ട് അറിയിക്കണം. അതിന്റെ അഡ്രസ് കല്യാണം കഴിക്കാനാണോ? കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആ പരിപാടി ഇറങ്ങി കെട്ടായപ്പോഴതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ തൊണ്ട. വളരെ മോശമായിപ്പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ? അത് ആരാണെന്ന് തനിക്ക് അറിയാം? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു. എന്തൊരു ആശ്വാസം. മൂന്തേട്ടാ, ചായക്ക് കടിക്കാൻ എന്തുണ്ട്? സുമിത്ര, കടിക്കാനൊന്നുമില്ല, ചായ വേണേ തരാം. എനിക്കൊന്നും വേണ്ട. ചായക്ക് കൂട്ടാൻ മൂന്തേട്ടന് ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അത്? എന്താന്ന് പറ, ബുദ്ധിയുണ്ടോന്ന് നോക്കട്ടെ. എനിക്കിഷ്ടമുള്ളതെന്ന് പറഞ്ഞാല് എനിക്കിഷ്ടമല്ലാത്ത ഒന്നുമില്ല. അങ്ങനെ തടി തപ്പാൻ നോക്കണ്ട. തടി തപ്പിയൊന്നുമില്ല. എന്നാ പറ. അത് പറ്റില്ല. അതെ, നോക്കി പറയുന്നത് നല്ലത്.
അയ്യേ, ഇത് മരിച്ചീനിയല്ലേ? ഇതെനിക്ക് അത്ര ഇഷ്ടമുള്ളതൊന്നുമല്ല. ഓഹോ, എന്നാലിങ്ങി നന്നേക്ക്. കുഴപ്പമില്ല, സുമിത്ര കൊണ്ടുവന്നതല്ലേ, കഴിച്ചേളെ. നിർബന്ധമില്ലെന്നേ. ആഹാ, നല്ല വെണ്ണ വെണ്ണ പോലുണ്ട് മരിച്ചീനി. ഈ മരിച്ചീനിക്ക് ഞാൻ പ്രതികാരം ചെയ്യാൻ പോവാ. കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ പ്രഭാതത്തിന് ചിലതൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് പെർമനന്റ് ആയി. ഓ. അതെ, DA, TA, ഹൗസ് റെന്റ്, ബോണസ് തുടങ്ങിയ എല്ലാ അവകാശങ്ങളും ഇനി കമ്പനി തരും. അപ്പൊ ഭാഗ്യായില്ലേ? അതാ ഞാൻ പറഞ്ഞത്, മരിച്ചീനിക്കുള്ള പ്രതികാരം ഈ ബ്രീഫ് കേസിലുണ്ടെന്ന്. ശുഭകാര്യങ്ങൾ നടന്നാൽ മധുര വിതരണമാണ് അഭികാമ്യം. ഇതെന്തുവാ മൂന്തേട്ടാ? എന്ത് വിചാരിച്ചു എന്നെ പറ്റി? മുൻവശത്തെ വാതിലിൽ പിടിപ്പിക്കാനുള്ളതാ. മുകുന്ദൻ കെ കർത്ത. ആ, ഇൻഷ്യൽ നടുവിൽ എഴുതിയെന്തേ? കെ എന്നുള്ള ഇൻഷിലല്ല, മുകുന്ദ കൃഷ്ണൻ കർത്ത. അതാ എന്റെ മുഴുവൻ പേര്. ഇടയ്ക്കൊരു കൃഷ്ണൻ കിടപ്പുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇനി അങ്ങനെ എന്തൊക്കെ അറിയാനിരിക്കുന്നു. ഇപ്പൊ നെയ്യുമ്പോൾ അടുത്ത് തന്നെ വേറൊരു സൂത്രം വരും. അങ്ങനെ ഭാവിയിലേക്ക് ഓരോന്നോരോന്നായി സംഘടിപ്പിച്ചു വെക്കണ്ടേ? എന്നിട്ട് വേണം ഞാൻ സുമിത്രയോട്. ആണി കൊണ്ടുവാ, ഇപ്പൊ തന്നെ ഫിറ്റ് ചെയ്തോളയാം. കൊള്ളാം, ഒരു ചന്തൊക്കെ ഉണ്ട്. നെയിം ബോർഡ് ഉദ്ഘാടനം സുമിത്രയെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ഞാൻ വിചാരിച്ച. ഈ പെർമനന്റ് ആയ സ്ഥിതിക്ക് സുമിത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്ത്? ഞാൻ പെർമനന്റ് ആയ വകയിൽ നാളെ ഞായറാഴ്ചയാണല്ലോ, നല്ല തമാശയുള്ള ഒരു പടമുണ്ട്. മോർണിംഗ് ഷോയ്ക്ക് വരുന്നു. ഓ, എന്നെ കൊണ്ടുപോവോ? തമാശയുള്ള പടം എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചത്. എനിക്ക് സുമിത്രയെ ഭയങ്കര ഇഷ്ടമാണ്. നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്കിഷ്ടമാണെന്ന്. അയ്യോ, ഒരു സെക്കൻഡ്. പെർമനന്റ് ആയെന്ന് മോള് പറഞ്ഞു. പിന്നെ സിനിമ കാണാൻ ആശ ഉണ്ടായിട്ടല്ല, മുകുന്ദൻ ക്ഷണിച്ചിട്ട് നമ്മൾ വന്നില്ലെങ്കിൽ അത് മുകുന്ദന് വിഷമുണ്ടാക്കുന്ന കാര്യമല്ലേ. അതാ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പോകാം. അങ്കിൾ, അങ്കിൾ. ഇങ്ങോട്ടേ, ഇതെങ്ങോട്ടെല്ലാരും കൂടെ. നമ്മുടെ മുകുന്ദൻ പെർമനന്റ് ആയി, ആ വകയിൽ ഒരു ആഘോഷം. സിനിമയ്ക്ക് പോകുക. നമ്മളെ ഒന്നും വിളിക്കൂലല്ലോ. അയ്യോ, വേണേ പോവാ. ഇത്രയും പേര് ബസ്സിൽ കയറി പോകാൻ ബുദ്ധിമുട്ടാ. ഒന്ന് രണ്ട് ടാക്സി വിളിക്കാല്ലേ? നമ്മള് 4 പേരല്ലേ ഉള്ളൂ, ഒരു ഓട്ടോയിൽ പോയാ പോലെ. അപ്പൊ ഇവരൊക്കെയോ? നമുക്ക് ആഘോഷമായിട്ട് നീങ്ങാം. നീങ്ങാം. ചെല്ല് ചെല്ല്, താമസിക്കണ്ട, ചെല്ല്.
ഇനി നിന്റെ പാത്രം നീ പിടിച്ചോ. മനസ്സില്ല, ചക്കുകുത്തി പോലത്തെ നിന്നെയും കെട്ടിവലിച്ചോണ്ട് ഇതുവരെ വന്നതല്ലേ ഞാൻ സൈക്കിളിൽ. എടുത്തോണ്ട് വാടാ. ഇനി വന്നേ. തമ്പുരാക്കന്മാരെന്നും ലേറ്റായിട്ടേ വരുള്ളൂ അല്ലേ? പെട്ടെന്ന് വേവുന്ന അരി തരാൻ സാറ് റേഷൻ കടക്കാരോട് പറ. എന്നുവെച്ചാൽ അത് തന്നെ, ഇപ്പൊ കിട്ടുന്ന അരി വേവണമെങ്കിൽ ചുരുങ്ങിയത് 2 മണിക്കൂർ എടുക്കും. അതെ, അപ്പൊ പിന്നെ കുറച്ച് ലേറ്റ് ആവും. ഞാൻ ഹെഡ് ഓഫീസിൽ എഴുതിയാലുണ്ടല്ലോ. ജോലി വല്ല ഉണ്ട് പറ സാറേ. ഇവിടുത്തെ തല്ലിപ്പൊളി ശമ്പള സ്കെയിലിന് ഞങ്ങളല്ലാതെ വേറെ ആര് വരും? 1975 മുതലുള്ള കംപ്ലീറ്റ് സ്റ്റോക്കിന്റെ ഫയലുകൾ അരമണിക്കൂറിന് എന്റെ മേശപ്പുറത്തെത്തണം. 75 മുതലുള്ളത്? അതെ. കംപ്ലീറ്റ് സ്റ്റോക്ക് ആ. അരമണിക്കൂറിനാം ഈ മേശപ്പുറത്ത്. ഓക്കെ. താനിങ്ങി വന്നേ. താൻ പോടോ. താനിങ്ങി വരാൻ. ഇതാരെ താൻ പോടോ കൊടുത്ത്. ഷെയർ ഹോൾഡേഴ്സിനുള്ള റിപ്പോർട്ടെല്ലാം കവറിലാക്കിയില്ലേ? എനിക്ക് അവർ കയറി അത് പുറത്തെടുക്കണോ? ഓ, ഒരു ചായ വാങ്ങിച്ചോണ്ടോ. വേഗം വേണം സാർ. 1975 മുതലുള്ള സ്റ്റോക്ക് ഫയലുകൾ അരമണിക്കൂറിനകം ഞാൻ ഹെഡ് ക്ലാർക്കിന്റെ മേശപ്പുറത്ത് എത്തിക്കണം. എത്തിച്ചോ? ചായ കൊണ്ടുവരാൻ 5 മിനിറ്റ് പോരെ? മതി. പക്ഷെ ഇപ്പൊ പറ്റില്ല സാർ. പറ്റുന്നില്ല സാർ. മര്യാദക്ക് ചായ വാങ്ങിച്ചോണ്ടാണ് പറഞ്ഞത്. സാർ എന്നെ വരട്ടാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. സാർ ഒരു കാര്യം ഓർമ്മിക്കണം, ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് പാസ്സായ ഒരാളാണ്. 10 തവണ SSLC എഴുതി കടന്നുകൂടിയ സാറ് ഇവിടെ ക്ലാർക്കും ഞാൻ പ്യൂണുമായി പോയത് വിധിയുടെ വിളയാട്ടം കൊണ്ടാണ്. ഒരിക്കലും ഒരു SSLC-കാരൻ ഒരു ഡിഗ്രിക്കാരനെ വേദനിപ്പിക്കരുത്. ചായ വാങ്ങിച്ചോണ്ട് തരാൻ പറ്റില്ല സാർ, സോറി. മഹാഭാവി, നീയായിരുന്നോ? 50 പൈസ പോയി കിട്ടി. ആ പോട്ടെ, എല്ലാം തൊലഞ്ഞു പോട്ടെ. ഇവിടുത്തെ സ്ഥിതി അന്നൊന്ന് വഷളായിക്കൊണ്ട് വരികയാണ്. വല്ല സർക്കാർ ആഫീസോ ആയിരുന്നെങ്കിൽ ഇവനൊക്കെ പിടിച്ചു നിർത്തി ഖരാമ ചെയ്യാമായിരുന്നു. ആ കാളക്കൂറ്റ മാനേജിംഗ് ഡയറക്ടർ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയപ്പോ ഞാൻ വിചാരിച്ചു സ്ഥിതി മെച്ചപ്പെടുമെന്ന്. എവിടെ? വിശാഖപട്ടണത്ത് നിന്ന് സ്ഥലം മാറി വരുന്ന MD ഒരു വിശാല മനസ്കനെന്നാ കേൾക്കുന്നത്. എങ്കിൽ നമ്മുടെ സങ്കടം ആ വിശാല മനസ്കരോട് പറഞ്ഞു നോക്കാം അല്ലേ? ഒരു വെറും സാധാരണ ക്ലാർക്കിന്റെ ജോലി മതിയായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരാൾ അറസ്റ്റ് ചെയ്തോണ്ടോ? അയ്യോ, മോഷ്ടിക്കാനൊന്നും അല്ല മാഡം, ഒരബദ്ധം പറ്റിപ്പോയതാ. അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ? യെസ് യെസ്, അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ ശരി ശരി, ഞാൻ ഏറ്റു. സാഗർ, താനേതപ്പം പാതാളത്തിൽ പോയി കിടക്കായിരുന്നോ? താനല്ലേ ഇവിടുത്തെ തഹസിൽദാർ? എന്തുണ്ടാവാൻ? പോലീസുകാരെടുത്ത് നന്നായി പെരുമാറി. ഭാഗ്യത്തിന് ഇവിടുത്തെ SI ഒരു ബോർണ, എന്റെ നോവലുകളുടെ ആരാധകൻ. താനിതുവരെയും തഹസിൽദാരായില്ലേ? അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ആ വീട്ടിൽ എന്താ സംഭവിച്ചത്? കിഴങ്ങെ തന്റെ വീടാണെന്ന് കരുതി പുറവേശത്തെ വാതിലിന്റെ ഓടാമ്പൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഒടിച്ചോണ്ട് ഈ മാക്സി കൊടുത്തോണ്ട് അവളുടെ കട്ടിൽ കിടന്ന് ഉറക്കിപ്പോയി. സോറി. അയ്യോ, പറ്റിപ്പോയി. സാഗർ സാറേ, അപ്പോഴേ സാഗർ സാറേ, താൽഷീദാർ വിടുന്ന ലക്ഷണമില്ല. കേസാക്കണമെന്നാ പറയുന്നത്. ഞാൻ പുതിയ തഹസിൽദാരുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞില്ലേ? അതാ കൂടുതൽ കുഴപ്പമായത്. ആ റാസ്കളുടെ ഫ്രണ്ട് ആണെങ്കിൽ മനഃപൂർവ്വം വീട്ടിൽ അതിക്രമിച്ച് കിടന്നായിരിക്കും അത്രേ. റാസ്കൽ എന്ന് പറഞ്ഞോ? പറയും. ഒരു തഹസിൽദാരും വേറൊരു തഹസിൽദാരും റാസ്കൽ എന്ന് വിളിക്കുക? എന്റെ സാഗറെ, ആ പെണ്ണും പിള്ളേ എനിക്ക് ചാർജ് തരാതെ ഉടക്കി നിൽക്കുക. അപ്പോ സാറാണോ ഈ പറഞ്ഞ? അതെ, ആ റാസ്കൽ ഞാൻ തന്നെയാ. സോറി സർ, ഇരിക്കണം. ഞാൻ ചാർജ് ഇല്ലാത്ത തഹസിൽദാരല്ലേ, ഇരിക്കുന്നില്ല. അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ? അതാ ഞാനും ആലോചിക്കുന്നത്. സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിയോടെ വായിച്ചിട്ടുള്ളവനാ ഞാൻ. അകലും തോറും അടുക്കുന്നവൾ എന്ന നോവലുണ്ടല്ലോ, അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ മായാൻ കിടക്കുക. സാറിന്റെ പുതിയ നോവലുകൾ ഏതൊക്കെയാ? പുതിയത് കുറെ അല്ലാതെ കേസിന്റെ കാര്യം എങ്ങനെയാ? ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്. വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ ബെല്ലടിച്ചാൽ കേസാക്കുന്ന വട്ടുപിടിച്ച സ്ത്രീ അവർ. എന്തായാലും FIR ഞാൻ എഴുതുന്നില്ല. ആ സ്ത്രീയോട് ഞാൻ ഒന്നുകൂടി സംസാരിച്ചോട്ടെ. എടോ ഫ്രാൻസിസേ, സാർ എങ്ങോട്ടാ പോകുന്നത്? ഈ വാടക വീടുണ്ട്. വാടക വീടുണ്ട്. ഇവരെ ജീപ്പിൽ വീട്ടിൽ കൊണ്ടാക്കുക. സാർ, നന്ദി ഇൻസ്പെക്ടർ, 1000 നന്ദി. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ.
നന്ദി പ്രിൻസി, 1000 നന്ദി. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. വീണ്ടും കാണാം. വീണ്ടും വീണ്ടും. എടുത്തോട്ട് ഓടിക്കാൻ പറഞ്ഞ വലത്തോട്ട് വലത്തോട് ഓടിക്കാൻ വലത്തോട് ഓടിക്കാൻ പറഞ്ഞ അതേലെ പോട്ടെ. ഇട്ട് തിരിക്കാതെ ചക്ര തിരിക്കുന്ന പോലെ ഇങ്ങോട്ട് തിരിച്ചതല്ല, അതങ്ങോട്ട് പോയതാ. എത്തോട്ട് എത്തോട്ട്. ആ നേരെ ശരി ശരി. ആ ആക്സിഡന്റ് കൊടുത്തേ, വരയ്ക്കാൻ കൊടുത്തേ. നിന്റെ കയ്യിൽ തരാ വരയ്ക്കുന്നേ. ചെറുപ്പത്തിൽ പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ടോ? 3-4 പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ട്. പണിക്കലെ തിരുവേനിക്ക് പൂച്ച രസായനം ഉണ്ടാക്കാൻ. ആക്സിഡന്റിലാ ചവിട്ടിയിരിക്കുന്നത്. ആക്സിഡന്റ് പറ്റിയ നല്ല ഗുരുത്വം പിടിച്ചെഴുന്നേപ്പിക്കണ എന്നെ.